ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നെസ് ടി വിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. തോബിത്തിൻ്റെ പുസ്തകമാണ് നാം ഈ ദിനങ്ങളിൽ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. 7-ാം അധ്യായം നാം വായിച്ച് വ്യാഖ്യാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത്. ഏഴാം അധ്യായത്തിൽ തോബിയാസിൻ്റെയും സാറായുടെയും വിവാഹം നടക്കുന്നതാണ് പ്രധാന പ്രതിപാദ്യ വിഷയം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധേയമായൊരു കാര്യം, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ വിവാഹത്തിൽ കുടുംബത്തിനും കുടുംബ ബന്ധങ്ങൾക്കുമുള്ള സവിശേഷമായ ഒരു സ്ഥാനം തന്നെയാണ്. കുടുംബത്തെ, മാതാപിതാക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ ശത്രുക്കളായി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വിവാഹ ജീവിതം എന്നത് മക്കൾക്ക് അനുഗ്രഹപ്രദമായിട്ട് മാറുകയില്ല. രണ്ടാമതായി, വധുവിൻ്റെ പിതാവ് വരനിൽ നിന്ന് ഒരു കാര്യവും മറച്ചു വയ്ക്കുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധിക്കുക. തോബിയാസ് റഗുവേലിനോട് പറയുകയാണ്, സാറാ എനിക്ക് വിവാഹം ചെയ്തു തരണം. അപ്പോൾ റഗുവേൽ വേണമെങ്കിൽ റഗുവേലിന് സാറായുടെ മുൻ ഭർത്താക്കന്മാർക്ക് സംഭവിച്ച വലിയ ദുരന്തത്തെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ മറച്ചു വയ്ക്കാം. പക്ഷെ റഗുവേൽ വളരെ വ്യക്തമായി പറയുന്നു, ഞാൻ നിന്നോട് തുറന്നു പറയുകയാണ്, എൻ്റെ മകളെ ഞാൻ 7 പേർക്ക് വിവാഹം ചെയ്തു കൊടുത്തതാണ്. 7 പേരും അവരുടെ വിവാഹരാത്രിയിൽ മരണപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അതായത് ഒന്നും മറച്ചു വയ്ക്കാനില്ല. വധുവിൻ്റെ കുടുംബത്തിനോ വരൻ്റെ കുടുംബത്തിനോ പരസ്പരം ഒന്നും മറച്ചു വെച്ചുകൊണ്ട് ഈ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ താല്പര്യമില്ല. കാര്യങ്ങൾ തുറന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഈ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇനി ഇവിടെ ഈ പുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ തോബിത്ത് തൻ്റെ ഭാര്യ അന്നായെയും റഗുവേൽ തൻ്റെ ഭാര്യ യദ്നായെയും ഇനി മുതൽ തോബിയാസ് തൻ്റെ ഭാര്യ സാറായെയും അഭിസംബോധന ചെയ്യുന്ന വാക്ക് ഹീബ്രു ഭാഷയിൽ അദൽഫേ എന്നാണ്, സഹോദരി എന്നാണ്. തിരിച്ച് അഭിസംബോധന ചെയ്യുന്നത് അദൽഫോസ്, സഹോദരൻ എന്നുമാണ്. എന്തുകൊണ്ടാണ് ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം അഭിസംബോധന ചെയ്യുമ്പോൾ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്ന പദം ഉപയോഗിക്കുന്നു? ഇത് അക്കാലത്തെ ഒരു അഭിസംബോധന രീതിയായിരുന്നു. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ആർദ്രതയും ആഴവും മനസ്സിലാക്കുന്നതിനും അതോടൊപ്പം തന്നെ അവർ തമ്മിലുള്ള പരസ്പര ബഹുമാനവും സൂചിപ്പിക്കുന്നതാണ് ഈ സംബോധന. സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്ന് ഭാര്യയും ഭർത്താവും പരസ്പരം അഭിസംബോധന ചെയ്യുമ്പോൾ ഈക്വൽസാണ്, സമന്മാരാണ് രണ്ടുപേരും എന്നും പരസ്പര ബഹുമാനം ഉണ്ടാകേണ്ടവരാണെന്നും സൂചിപ്പിക്കുന്നുണ്ട്. അടുത്തായി നമുക്ക് 8-ാം അധ്യായത്തിലേക്ക് വരാം. തോബിത്തിൻ്റെ പുസ്തകത്തിൻ്റെ 8-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയമെന്ന് പറയുന്നത് തോബിയാസിൻ്റെയും സാറായുടെയും വിവാഹരാത്രി തന്നെയാണ്. ഈ വിവാഹരാത്രിയിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിൽ സൂചിപ്പിക്കുന്നു. പക്ഷേ ഈ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ
മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ള ആദ്യ രാത്രിയെക്കുറിച്ച് അല്ലെങ്കിൽ വിവാഹരാത്രിയെക്കുറിച്ചുള്ള ചിന്തകളൊന്നുമല്ല ഈ പുസ്തകത്തിൽ, ഈ അധ്യായത്തിൽ കാണുന്നത്. മറിച്ച് വലിയ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിലാണ് ഈ വിവാഹരാത്രി നടക്കുന്നത്. തോബിയാസിൻ്റെയും സാറായുടെയും വിവാഹരാത്രി 2 സുദീർഘമായ പ്രാർത്ഥനകൾ നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ സാധിക്കും. ആ രാത്രിയിൽ നടക്കുന്ന സുദീർഘമായ 2 പ്രാർത്ഥനകൾ. ആദ്യത്തെ പ്രാർത്ഥന നടത്തുന്നത് നവദമ്പതികളായ തോബിയാസും സാറായും തന്നെയാണ്. രണ്ടാമത്തെ പ്രാർത്ഥന നടത്തുന്നത് സാറായുടെ പിതാവും തോബിയാസിൻ്റെ ഭാര്യാപിതാവുമായ റഗുവേലാണ്. അതായത് ആദ്യ രാത്രി യഥാർത്ഥത്തിൽ അനുഗ്രഹപ്രദമാകുന്നത് പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിലാണ്. കാരണം ഒരു പുതിയ കുടുംബം അവരുടെ ജീവിതം ആരംഭിക്കുമ്പോൾ അത് പ്രാർത്ഥനയോടെ ആരംഭിക്കേണ്ട ഒന്നാണ്. എങ്കിൽ മാത്രമാണ് ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യം അവർക്ക് ജീവിതത്തിലുടനീളം അനുഭവിക്കാനും ദൈവികമായ സംരക്ഷണം അവർക്ക് ലഭിക്കുന്നതും അനുഭവിക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. ഈ അധ്യായത്തിൻ്റെ ഉള്ളടക്കം നമുക്കൊന്ന് പരിശോധിക്കാം. 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള തിരുവചന ഭാഗത്ത് മണവറയിലെ ഒരുക്കങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വിശദീകരിക്കുന്നു. 8-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 9 വരെയുള്ള വചനഭാഗത്ത് പ്രാർത്ഥനാനിരതരാകുന്ന വധൂവരന്മാർ തോബിയാസും സാറായും ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നു. 8-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗത്ത് ഈ സമയം പുറത്തിരുന്ന് വ്യാകുലപ്പെടുന്ന റഗുവേലിനെ, സാറായുടെ പിതാവ് തോബിയാസിൻ്റെ ഭാര്യാപിതാവിനെ നമ്മൾ കാണുന്നു. തോബിയാസും മരണപ്പെടുമോ എന്ന് കരുതി വ്യാകുലപ്പെടുന്നു. 8-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗത്ത് പ്രാർത്ഥനാനിരതനായി ദൈവത്തെ സ്തുതിക്കുന്ന റഗുവേലിനെ നമ്മൾ കണ്ടുമുട്ടുന്നു. ഏറ്റവും ഒടുവിൽ 8-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗത്ത് വിവാഹ ആഘോഷം നമ്മൾ കാണുന്നു. ഓരോ ഭാഗവും നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കി പോകാം. 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള തിരുവചനത്തിൽ മണവറയിലെ മുന്നൊരുക്കങ്ങളാണ് നമ്മൾ കാണുന്നത്. നമുക്കതൊന്ന് വായിക്കാം. ഭക്ഷണത്തിന് ശേഷം തോബിയാസിനെ അവർ സാറായുടെ അടുത്തേക്ക് നയിച്ചു. അവൻ റഫായേലിൻ്റെ വാക്കുകൾ അനുസ്മരിച്ച് ധൂപകലശത്തിലെ തീക്കനലിൽ മത്സ്യത്തിൻ്റെ ചങ്കും കരളും ഇട്ട് പുകച്ചു. മണമേറ്റപ്പോൾ പിശാച് ഈജിപ്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് പലായനം ചെയ്തു. ദൂതൻ അവനെ ബന്ധിച്ചു. മണവറയിൽ അവർ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് സാറായോട് പറഞ്ഞു, നമുക്ക് എഴുന്നേറ്റ് കർത്താവിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. പുരാതന കാലം മുതൽ ധൂപാർച്ചനയ്ക്ക് പിശാചുകളെ ബഹിഷ്കരിക്കാനുള്ള ശക്തിയുണ്ട് എന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു. ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മതങ്ങളിലും അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് ധൂപത്തിൻ്റെ ഉപയോഗം അന്നും ഇന്നും നിലവിലുണ്ട്. ഇവിടെ അസറിയ എന്ന ദൂതൻ്റെ അഥവാ റഫായേൽ മാലാഖയുടെ നിർദ്ദേശം കൃത്യമായി അനുസരിച്ചുകൊണ്ട് താൻ ഉപ്പിട്ട് ഉണക്കി കൈവശം വച്ചിരുന്ന ആ മത്സ്യത്തിൻ്റെ ചങ്കും കരളും വിവാഹ രാത്രിയിൽ മണവറയിൽ കടന്ന ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ധൂപകലശത്തിലെ തീക്കനലിലേക്കിട്ട് തോബിയാസ് അത് പുകയ്ക്കുകയാണ്. ദൂതൻ്റെ വാക്കുകളെ കൃത്യമായി അനുസരിക്കുകയാണ്. ഇങ്ങനെ ധൂപം, മത്സ്യത്തിൻ്റെ കരളും ചങ്കും കത്തി ഉണ്ടാകുന്ന ധൂപം ഒരു ഭൂതോച്ചാടനത്തിലേക്ക് നയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. മണമേറ്റപ്പോൾ പിശാച് ഈജിപ്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് പലായനം ചെയ്തു എന്നാണ് പറയുന്നത്.
ഈ പിശാച് ബാധ ഒഴിപ്പിക്കൽ, ഭൂതോച്ചാടനം പൂർത്തിയാകുന്നത് ഇത്തരത്തിൽ ഈജിപ്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് പോകുന്ന പിശാചിനെ ദൂതൻ ബന്ധിക്കുകയും ഓടിക്കുകയും ചെയ്യുന്നതോടുകൂടിയാണ്. അക്കാലത്ത് മരുഭൂമി എന്നത് പിശാചുകളുടെ വിഹാര കേന്ദ്രമായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഒരു കാരണവശാലും തിരിച്ചു വരാൻ സാധിക്കാത്ത വിധം വിദൂരതയിൽ പിശാചുകളുടെ വിഹാര കേന്ദ്രമായ മരുഭൂമിയിലേക്ക് റഫായേൽ മാലാഖ പിശാചിനെ ബന്ധിച്ച് ഓടിക്കുന്നത്. മനുഷ്യരുടെ ഇടയിൽ നിന്നും ബന്ധിച്ച് വിദൂരതയിൽ പിശാചുകളുടെ വാസസ്ഥലമായ മരുഭൂമിയിലേക്ക് ഓടിക്കുക വഴി ഇനി ഈ പിശാചിൻ്റെ ശല്യം ഉണ്ടാവുകയില്ല ഒരിക്കലും എന്ന ഉറപ്പാണ് ഇവിടെ നൽകപ്പെടുന്നത്. അടുത്തതായി ഈ വധൂവരന്മാരുടെ പ്രാർത്ഥന നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അത് 8-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 9 വരെയുള്ള തിരുവചന ഭാഗത്താണ്. ഓർക്കുക, വിവാഹരാത്രിയിൽ, ആദ്യ രാത്രിയിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനയാണ് നമ്മളിനി കാണുന്നത്. അവർ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് സാറായോട് പറഞ്ഞു, നമുക്ക് എഴുന്നേറ്റ് കർത്താവിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ വിശുദ്ധവും മഹനീയവുമായ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തട്ടെ. അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു. അവന് തുണയും താങ്ങുമായി ഹവ്വായെ ഭാര്യയായി നൽകി. അവരിൽ നിന്ന് മാനവവംശം ഉത്ഭവിച്ചു. അവിടുന്ന് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവനു വേണ്ടി അവനെപ്പോലുള്ള ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം. കർത്താവേ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും. അവൾ ആമേൻ എന്നു പറഞ്ഞു. ഈ മനോഹരമായ പ്രാർത്ഥന, അവിടെ വധുവരന്മാർ രണ്ടുപേരും കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഓർക്കുക, സാറായുടെ ജീവിതത്തിൽ ഇതിനു മുൻപ് നടന്നിട്ടുള്ള 7 വിവാഹ രാത്രികളും വലിയ വിലാപത്തിൻ്റെ രാത്രികളായിരുന്നു. കാരണം അതേ വിവാഹ രാത്രിയിലാണ് 7 ഭർത്താക്കന്മാരും മരണപ്പെടുന്നത്. അസ്മോദേവൂസ് എന്ന ദുഷ്ടപിശാചിനാൽ അവരെല്ലാം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ മരണം പതിയിരിക്കുന്ന ഒരു വിവാഹരാത്രിയാണിത്. മരണം പതിയിരിക്കുന്ന വിവാഹരാത്രിയിൽ വലിയ ഭയത്തോടെ വധൂവരന്മാർ അവരുടെ വിവാഹരാത്രിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കുകയാണ്. സ്തുതിയും പുകഴ്ചയും ദൈവത്തിനും ദൈവനാമത്തിനും അർപ്പിക്കുന്നതാണ് ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത്. പ്രാർത്ഥനയുടെ 2-ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടി വിവരണത്തിൽ ആ സൃഷ്ടി വിവരണത്തിൻ്റെ ദൈവശാസ്ത്രം ഇവിടെ വെളിവാക്കുകയാണ്. ദൈവത്തെ സ്രഷ്ടാവായും വൈവാഹിക ജീവിതത്തിൻ്റെ ഉടയവനായിട്ടും തോബിയാസ് ഏറ്റുപറയുകയാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഗ്രന്ഥം പറയുന്ന 3 ദൈവശാസ്ത്ര ചിന്തകൾ ഈ പ്രാർത്ഥനയിൽ ഈ ഭാഗത്ത് നമുക്ക് കാണാം. ഒന്നാമതായി, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. മനുഷ്യൻ ഏകനായിരിക്കാനായി സൃഷ്ടിക്കപ്പെട്ടവനല്ല. 2, സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പുരുഷന്
ഇണയും തുണയുമായിട്ടാണ്, പുരുഷൻ്റെ അടിമയായിട്ടല്ല. വളരെ വ്യക്തമായിട്ട് വചനം പറയുന്നു. സ്ത്രീ സൃഷ്ടിക്കപ്പെടുന്നത് പുരുഷന് സമഭാവത്തോടുകൂടെ ഇണയും തുണയുമാകാനായിട്ടാണ്. സ്ത്രീ പുരുഷൻ്റെ അടിമയല്ല. 3, സ്രഷ്ടാവിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കെടുക്കുക എന്നത് ദമ്പതികളുടെ കടമയാണ്. അപ്പോൾ വിവാഹത്തെ സംബന്ധിച്ചിട്ടുള്ള 3 ദൈവശാസ്ത്ര തത്വങ്ങൾ കൂടി ഉൾപ്പെടുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും ഒടുവിൽ തോബിയാസ് ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറയുകയാണ്. ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ് കർത്താവെ ഞാനിവിടെ സ്വീകരിക്കുന്നത് എന്ന്. വിവാഹബന്ധത്തിൽ ദമ്പതികൾ തമ്മിലുള്ള അടുപ്പത്തിന് നിദാനമായിട്ടുള്ളത് ജഡികാസക്തിയോ ലൈംഗിക താല്പര്യങ്ങളോ ആകരുത് എന്ന് സൂചിപ്പിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ ശരീരത്തിന് എന്തെങ്കിലും കുറവ് സംഭവിച്ചാൽ, ഒരു രോഗം ബാധിച്ചാൽ, മറ്റെന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടായാൽ ആ ബന്ധം ഇല്ലാതായിത്തീരും. മാംസനിബദ്ധമല്ലാത്ത സ്നേഹമാണ്, വിശുദ്ധമായ സ്നേഹമാണ് ദാമ്പത്യത്തെ ആസ്വാദ്യകരമാക്കുന്നത്. തീർച്ചയായും ഈ ദമ്പതികളുടെ വിവാഹത്തിൻ്റെ കെട്ടുറപ്പിന് ശാരീരികമായ ആകർഷണം തീർച്ചയായും ഒരു ഘടകമാണ്. പക്ഷേ ശരീരവും അതിൻ്റെ ആകർഷകത്വവും മാത്രമാണ് ദമ്പതികൾ തമ്മിലുള്ള ബന്ധത്തെ, അതിൻ്റെ ആഴത്തെ നിർണയിക്കുന്നത് എന്ന് വന്നാൽ ഒരു രോഗാവസ്ഥ ആ ദാമ്പത്യത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അത് വളരെ പരിതാപകരമായ ഒന്നാണ്. അതുകൊണ്ടാണ് ജഡികാഭിലാഷത്താലല്ല വിവാഹത്തിലേക്ക് ദമ്പതികൾ പ്രവേശിക്കേണ്ടത്, മറിച്ച് നിഷ്കളങ്കമായ മാംസനിബദ്ധമല്ലാത്ത ദൈവികമായ പ്രേമത്താലാണ് എന്ന് വചനം സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ പ്രാർത്ഥന ദമ്പതികൾ നടത്തുന്നു. തീർച്ചയായും തോബിയാസ് നടത്തുന്ന പ്രാർത്ഥനയ്ക്കെല്ലാം ആമേൻ പറഞ്ഞുകൊണ്ട് സാറായും ഈ പ്രാർത്ഥനയോട് കൂട്ടുചേരുകയാണ്. അടുത്തതായി ഈ പ്രാർത്ഥന നടത്തി ദമ്പതികൾ അവരുടെ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഈ മരുമകനും 8ാമത് താൻ മകളെ വിവാഹം ചെയ്തു കൊടുത്ത മരുമകനും കൊല്ലപ്പെടുമല്ലോ എന്ന വ്യാകുലതയോടെ ആ മരുമകന് വേണ്ടി ശവക്കുഴി തോണ്ടി കാത്തിരിക്കുന്ന, ഹൃദയഭാരം കൊണ്ട് വ്യാകുലത കൊണ്ട് കാത്തിരിക്കുന്ന റഘുവേലിനെ സാറായുടെ പിതാവിന് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിക്കാം. 8ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള തിരുവചനം. അവർ ഇരുവരും ഉറങ്ങാൻ കിടന്നു. എന്നാൽ അവനും മരിക്കും എന്ന് വിചാരിച്ച് റഘുവേൽ എഴുന്നേറ്റ് പോയി ഒരു ശവക്കുഴി ഉണ്ടാക്കി. അതിനുശേഷം അവൻ വീട്ടിൽ വന്ന് ഭാര്യ യദ്നായോട് പറഞ്ഞു, ദാസികളിൽ ഒരാളെ അയച്ച് അവൻ ജീവിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിക്കുക. മരിച്ചെങ്കിൽ ആരുമറിയാതെ നമുക്ക് അവനെ സംസ്കരിക്കാം. ദാസി ചെന്ന് നോക്കിയപ്പോൾ 2 പേരും സുഖമായി ഉറങ്ങുന്നത് കണ്ടു. അവൾ തിരികെ വന്ന് അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചു. അപ്പോൾ റഘുവേൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുകയാണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ 7 വിവാഹങ്ങളിലും സംഭവിച്ചതുപോലെ മരുമകൻ തോബിയാസ് മരിക്കും, തോബിയാസിന് മരണം സംഭവിക്കുമെന്ന് കരുതുന്ന റഘുവേൽ, അതിനാലാണ് അയാൾ ശവക്കുഴി കുത്തി കാത്തിരിക്കുന്നത്. എന്നാൽ മരുമകൻ മരണത്തിന് കീഴടങ്ങാതെ ജീവനോടെ ഇരിക്കുന്നു എന്ന വാർത്ത റഘുവേലിന് വലിയ ആശ്വാസത്തിനും ആനന്ദത്തിനും കാരണമായി. ഈ വലിയ ആശ്വാസത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സമയത്ത് റഘുവേലും നടത്തുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള
ദീർഘമായ ഒരു പ്രാർത്ഥനയാണ്. ചുരുക്കത്തിൽ ഈ വിവാഹരാത്രിയിൽ നടക്കുന്ന രണ്ടാമത്തെ ദീർഘമായ പ്രാർത്ഥനയാണ് ഇനി നമ്മൾ കാണുന്നത്. 8-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ റഗുവേൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ, നിർമ്മലവും പരിശുദ്ധവുമായ സ്തുതികളാൽ അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ വിശുദ്ധരും സകല സൃഷ്ടികളും അവിടുത്തെ വാഴ്ത്തട്ടെ. അവിടുത്തെ ദൂതന്മാരും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും അങ്ങേ എന്നേക്കും വാഴ്ത്തട്ടെ. അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ, എന്തെന്നാൽ അവിടുന്ന് എനിക്ക് സന്തോഷമേകി. ഞാൻ ശങ്കിച്ചതുപോലെ എനിക്ക് സംഭവിച്ചില്ല. അവിടുത്തെ അനന്തകാരുണ്യത്തിനനുസൃതമായി അവിടുന്ന് ഞങ്ങളോട് വർത്തിച്ചു. അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ, ഏകസന്താനങ്ങളായ ആ 2 പേരിലും അവിടുന്ന് കരുണ വർഷിച്ചിരിക്കുന്നു. കർത്താവേ, അവരിൽ കനിയണമേ. ആരോഗ്യവും സന്തോഷവും കൃപയും നൽകി അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ. ഇതാണ് റഗുവേൽ നടത്തുന്ന പ്രാർത്ഥന. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിരതനാകുന്ന റഗുവേൽ. ഈ കഥയിൽ, തോബിത്തിൻ്റെ പുസ്തകത്തിൽ മുഴുവൻ പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങൾക്കും മുൻപായി കഥാപാത്രങ്ങൾ പ്രാർത്ഥനയിലേക്ക് തിരിയുന്നത്, പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ റഗുവേലും ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയുടെ ആരംഭത്തിൽ റഗുവേൽ ദൈവത്തെ സൃഷ്ടാവായി പ്രകീർത്തിച്ച ശേഷം തൻ്റെ ജീവിതത്തിൽ സജീവമായി ഇടപെട്ട ദൈവത്തെ വാഴ്ത്തി പാടുകയാണ്. പ്രാർത്ഥനയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും തൻ്റെ 2 മകൾക്കും മരുമകനും സമൃദ്ധമായി ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ചുരുക്കത്തിൽ, വിവാഹരാത്രിയിൽ ഒരു ഭാഗത്ത് ദൈവത്തോട് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന നവദമ്പതികൾ, മറുഭാഗത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ ദമ്പതികളുടെ പിതാവും മാതാവും. അടുത്തതായി 8-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ള അവസാന ഭാഗത്ത് വിവാഹ ആഘോഷം എപ്രകാരമാണ് നടന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. നമുക്കതൊന്ന് വായിക്കാം. അനന്തരം അവൻ ശവക്കുഴി മൂടിക്കളയാൻ ഭൃത്യന്മാരോട് ആജ്ഞാപിച്ചു. 14 ദിവസം നീണ്ടുനിന്ന വിവാഹ വിരുന്ന് അവൻ നടത്തി. വിരുന്ന് ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപ് വിവാഹ വിരുന്നിൻ്റെ 14 ദിവസവും പൂർത്തിയാക്കാതെ അവിടം വിട്ട് പോകരുതെന്ന് റഗുവേൽ തോബിയാസിനോട് നിർബന്ധമായി പറഞ്ഞു. അതുകഴിഞ്ഞ് തൻ്റെ സ്വത്തിൻ്റെ പകുതിയും കൊണ്ട് പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങാമെന്നും തൻ്റെയും ഭാര്യയുടെയും മരണത്തിന് ശേഷം മറ്റേ പകുതിയും അവന് ലഭിക്കുമെന്നും റഗുവേൽ പറഞ്ഞു. അപ്പോൾ ആഹ്ലാദത്തിൻ്റെ ആധിക്യം വ്യക്തമാക്കുന്നതാണ് ഇവിടെ 14 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വിവാഹാഘോഷം എന്നത്. സാധാരണഗതിയിൽ വിവാഹ വിരുന്ന് 7 ദിവസങ്ങൾ മാത്രമാണ് നീണ്ടു നിൽക്കുക. ഇവിടെ അത് 14 ദിവസങ്ങൾ ആഘോഷിക്കപ്പെടുന്നു എന്നത് സന്തോഷം ഇരട്ടിയായി അനുഭവിച്ചു എന്നുള്ളതാണ്. തീർച്ചയായും നമുക്കറിയാം, സാറായെ സംബന്ധിച്ചിടത്തോളം 7 ഭർത്താക്കന്മാർ വിവാഹരാത്രിയിൽ തന്നെ മരണപ്പെട്ട ഹതഭാഗ്യയായ ഒരു സ്ത്രീയാണ്. റഗുവേലിനെയും അയാളുടെ ഭാര്യ എദ്നായെയും സംബന്ധിച്ചിടത്തോളം മകൾ വളരെ ദൗർഭാഗ്യത്തിലൂടെ കടന്നുപോയി. ഒരു ഭർത്താവിനെ ലഭിക്കാനോ ആ ഭർത്താവിൽ നിന്ന് കുട്ടികളുണ്ടാകാനോ കഴിയാതെ ശപിക്കപ്പെട്ട ഒരു ജന്മമെന്ന നിലയിൽ ജീവിതം മാറിക്കൊണ്ടിരുന്ന മകൾ. അപ്പോൾ അവരുടെ എല്ലാം ജീവിതത്തിലേക്ക് നടന്ന വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ, ദൈവിക ഇടപെടലിൻ്റെ അവസരം കൂടിയായിരുന്നു ആ വിവാഹം. അതുകൊണ്ടാണ് അത്യാഹ്ലാദത്തോടെ 14 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു വിവാഹാഘോഷം തന്നെ അവർ സംഘടിപ്പിച്ചത്. മാത്രവുമല്ല, ഇവിടെ തൻ്റെ സ്വത്തിൻ്റെ അവകാശം ഇതിനു മുൻപ് അസറിയാപ്ര എന്ന സഹയാത്രികൻ, റഫായേൽ ദൂതൻ തോബിയാസിനോട് മുൻകൂട്ടി പ്രവചിച്ചതുപോലെ തന്നെ റഗുവേൽ തോബിയാസിനെ ഫലമേൽപ്പിക്കുന്നു. സാറ ഏക മകൾ ആയതുകൊണ്ട്
സ്വത്ത് വേറെ ഭാഗം വയ്ക്കപ്പെടുന്നില്ല. അനന്തരാവകാശിയായിട്ട് മാതാപിതാക്കൾക്ക് ആൺമക്കളില്ലെങ്കിൽ സ്വത്ത് അവരുടെ പിതാവിൻ്റെ സഹോദരങ്ങളിലേക്ക് പോകും എന്ന രീതിയും ഇവിടെ ഇല്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കറിയാം, അറബികളുടെയും മറ്റുമിടയിൽ ഇത്തരത്തിലുള്ള ചില ആചാരം നടന്നിരുന്നു. അതായത് ദമ്പതികൾ ആൺകുട്ടികളില്ലാത്തവരാണെങ്കിൽ പെൺകുട്ടികൾക്ക് അവരുടെ സ്വത്തിൻ്റെ അവകാശം പൂർണ്ണമായി ലഭിക്കില്ല. ദമ്പതികളുടെ മരണശേഷം സ്വത്തിൻ്റെ അവകാശം ആ ദമ്പതികളിലെ പുരുഷൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങൾക്കായിരിക്കും എന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അത് ഇല്ല എന്നത് വളരെ വ്യക്തമാണ്. മരണശേഷം അത് തൻ്റെ മകൾക്ക് തന്നെ ലഭിക്കും എന്ന് കൃത്യമായി സൂചിപ്പിക്കുന്നു. അടുത്തതായി 9-ാമത്തെ അധ്യായമാണ്. ഇവർ ഇവിടേക്ക് യാത്ര ചെയ്ത പ്രഥമ ലക്ഷ്യം റാഗസിൽ ഗബായേലിൻ്റെ പക്കൽ നിന്ന് പണം തിരികെ വാങ്ങുക എന്നതാണ്. അത് നടത്തുന്നതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദീകരിക്കാം.